ഹായ്, ഞാൻ റുബീന, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. ഇന്നത്തെ ഫ്യൂഷൻ റൗണ്ടിൽ ഞാനൊരു ഓൾഡ് സ്റ്റൈലിലുള്ളൊരു ബണ്ട് കേക്ക് വിത്ത് കോക്കനട്ട് ഗ്ലേസാണ് ചെയ്യുന്നത്. അതേ നമുക്ക് ഈ ബട്ടർ ഒന്ന് സ്മൂത്താക്കി എടുക്കണം. സ്മൂത്താക്കിയ ബട്ടറിലേക്ക് നമുക്കൊരു 65 ഗ്രാം ഷുഗറും കൂടെ ചേർത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. 125 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം വരുന്നത്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് എഗ്ഗ് യോക്കും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഫൈനലി നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർക്കാം. അപ്പോൾ നമുക്ക് ഈ എഗ് യോക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഫ്ലോർ നമുക്കൊന്ന് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തൊന്ന് സേവ് ചെയ്തെടുക്കാം. 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്താലും മതി. സേവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ നമ്മുടെ എഗ് യോക്കിൻ്റെ മിക്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒരു 3-4 പാർട്ടായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഫ്ലോറിട്ട് കുറേശ്ശെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഈ ഫ്ലോറും എഗ് യോക്കും കൂടെയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു മിക്സും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. 4 എഗ്ഗിൻ്റെ വൈറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്കിതൊന്ന് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രീമി ടെക്സ്ചറിൽ നമ്മൾ എഗ് വൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് യോക്കിൻ്റെ ബാറ്റർ, ഫ്ലോറും എഗ് യോക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിക്ക് ഇത് ചേർത്ത് മിക്സ് ചെയ്യാം. കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ബീറ്റ് ചെയ്യല്ല, നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. നോർമൽ ഐസിങ് കേക്കിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഇതിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് വരിക. ഇനി നമുക്കിതിൽ ബൺ കേക്കിൽ നമ്മളിപ്പോൾ ഒരു ഫ്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത് കോക്കനട്ടും കൂടെ ചേർത്തിട്ടാണ്. അപ്പം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടെ ഒരു 2 ടീസ്പൂൺ ഒക്കെ ചേർത്താൽ മതി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാനിലൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ ഒരു പാൻ. ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ബണ്ട് കേക്ക് എന്ന് പറയുമ്പം ഈ ഒരു പാനിലായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഒതൻറ്റിക് സ്റ്റൈല്. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മൈദ ഒന്ന് കോട്ട് ചെയ്തിടാം. ഫ്ലോർ ഒന്ന് മൊത്തം കോട്ട് ചെയ്തിടണേ. ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഫ്ലോർ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് ഒരു പകുതി പോർഷൻ നമുക്ക് ഈ മോഡലിലേക്ക് ഇട്ട് കൊടുക്കാം. തിക്ക് ബാറ്റർ ആയിരിക്കും. പകുതി പോർഷൻ നമ്മളിതിലിട്ടിട്ടുണ്ട്. നമുക്കിതിൽ
നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ബണ്ട് കേക്കിൽ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്ലൂബെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് ക്രീമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കും കൂടെയാണ് കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഇതൊന്ന് ഫുള്ളായി സ്പ്രെഡ് ചെയ്ത് ഒരേ ലെവലാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററും പാനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് 35 to 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബേക്കായി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് പിസ്ത ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഈ പാനിൽ നമുക്ക് റോസ് പെറ്റൽസ് ആണ്, ഡ്രൈഡ് റോസ് പെറ്റൽസ് ആണ്. നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗോൾഡൻ കളറിൽ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിലേക്ക് വേണ്ട ഗ്ലേസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 130 ഗ്രാം പൗഡർ ഷുഗർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് കോക്കനട്ട് മിൽക്ക്, നമ്മുടെ ഫ്യൂഷൻ്റെ മെയിൻ പാർട്ടാണ് കോക്കനട്ട് മിൽക്ക്. ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ കോക്കനട്ട് മിൽക്ക് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് നമ്മൾ കുറേശ്ശെയായിട്ട് ഒരു 3-4 പാർട്ടായിട്ട് വേണം ചേർക്കാനായിട്ട്. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്കിലേക്ക് വേണ്ട ഗ്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ടോപ്പിംഗ് ആയിട്ട് വരിക. ഒറ്റപ്പാലത്തുനിന്ന് ട്രിവാൻഡ്രം എത്തി. ഫസ്റ്റ് ടൈം ആണോ ട്രിവാൻഡ്രം വരുന്നത്? ട്രിവാൻഡ്രം ഫസ്റ്റ് ടൈം അല്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഇതിന് മുന്നേ പോയിട്ടില്ല? പോയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയുടെയും പായസത്തിൻ്റെ ഒക്കെ. എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഹോം ബേക്കർ ആണോ അതോ ഹോം കുക്ക്, ഐ മീൻ ഷെഫ് ആണോ? അങ്ങനെ കുക്കിംഗ് ഒരു പാഷൻ, അതിലെല്ലാം വരും. അപ്പം നമ്മൾ ഒരു ഹോം ഷെഫ് ആയിട്ടാണോ അപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്? സെയിൽ ചെയ്യുന്നത് ഡിസേർട്ട് ഐറ്റംസ്. ഡിസേർട്ട്സിൽ കുറച്ച് എക്സ്പെർട്ടീസ് കൂടുതലായി, നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ എന്തൊക്കെയാണ്? വാട്ട് ആർ യുവർ സ്പെഷ്യാലിറ്റീസ്? ഗുലാബ് ജാമുൻ വരുന്നുണ്ട്, വെറൈറ്റി ഓഫ് പുഡിങ്സ് വരുന്നുണ്ട്, പിന്നെ ക്യാരറ്റ് ഹൽവ, കുനാഫ, ബ്രൗണീസ്. പുഡിങ്സ് ഏതൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്? കൂടുതൽ അവർ ആവശ്യപ്പെടുന്നത് കോക്കനട്ടിൻ്റെ തന്നെയാണ്. ടെൻഡർ കോക്കനട്ട് സൂഫ്ലേ ആയിട്ടും വരുന്നുണ്ട്, പുഡിംഗ് പീസസ് ആയിട്ടും കൊടുക്കാറുണ്ട്. കട്ട് ചെയ്തെടുക്കാം, ബൗളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നന്നായി പോകണം. അപ്പോൾ ഈ റൗണ്ടിനെ കുറിച്ച് നല്ല അഭിപ്രായമാണോ? ഫ്യൂഷൻ നല്ല റൗണ്ടായിരുന്നു. നമുക്കൊന്ന് മാറി ചിന്തിക്കാൻ ഒരു അവസരം അവസരമാണ്. വെരി ഗുഡ്. അപ്പോൾ എന്താണ് മാറി ചിന്തിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നിയത് എല്ലാവരും ക്രീം ബേസ് ആയിട്ടുള്ളതായിരിക്കും എടുക്കുക എന്ന് തോന്നി. അപ്പോൾ അതിനൊരു വെറൈറ്റി ആയിട്ടൊരു ബണ്ട് കേക്കാണ് ഞാൻ അതിൽ ഫ്യൂഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കോക്കനട്ട് മിൽക്ക്. നമ്മുടെ ഒരു മിൽക്കും കോക്കനട്ട് മിൽക്കിൻ്റെ ഗ്ലേസ് ആണ്. അപ്പം അത് ഫ്ലേവർ എന്താ വരിക? അപ്പോൾ കേക്ക് വാനിലയാണ്, ബേസിക് ഫ്ലേവർ വാനിലയാണ്. വേറെ ഞാൻ പിന്നെ ഒരു ജസ്റ്റ് ഫില്ലിങ് പോലെ ബ്ലൂബെറീസ് മാത്രം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റോസ് പെറ്റൽസ് കാണുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതും റോസ്റ്റഡ്
ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഈ കേക്കിന് അപ്പോൾ നമുക്കൊരു കോക്കനട്ട് ഫ്ലേവർ കിട്ടുമോ? ഇതിൽ വരുന്നുണ്ട് കോക്കനട്ടിന്റെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ അതിൽ വരുന്നുണ്ട്. ആ ഒരു ബാറ്ററിലുണ്ടോ? ബാറ്ററിൽ വരുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. വാനില പ്ലസ് വാനില കോക്കനട്ടും കൂടെ. അപ്പോൾ എന്താണ് അപ്പോൾ വാട്ട് ഈസ് ദ എന്താ പറയുക ഫ്യൂഷൻ ഏതൊക്കെയാണ്? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ബൺ കേക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു വെസ്റ്റേൺ, അതെ, അതിന്റെ കൂടെ നമുക്ക് ഈ ഒരു കോക്കനട്ട് മിൽക്കും കൂടെ വരുമ്പോൾ പ്ലസ് കേരള എന്ന് പറയുക കൂടുതൽ ബെറ്റർ തോന്നുന്നു. കേരള എന്ന് പറയാനുണ്ടോ? കാര്യം അത് ഏഷ്യൻ കൺട്രീസിൽ പലർക്കും കോക്കനട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. തായ്ലൻഡിലാണെങ്കിലും കോക്കനട്ട് ഒരു ഫ്ലേവറാണ്. നമ്മുടേതായ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ മിക്സിംഗ് നോക്കാം. എന്തായാലും ഹാപ്പി അല്ലേ ഇതുവരെ ഉള്ളത്? ഡിമോൾഡ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് എത്തി. ഓക്കെ, നൈസ്. നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണ്ടേ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക്, പ്ലെയിൻ കോക്കനട്ട് മിൽക്കാണ്. ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ഫൈനലി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ടാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്തയാണ്. റോസ് പെറ്റൽസാണ്. ബെറീസും കൂടെ ഒന്ന് വെച്ച് അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് എന്താ പറയുക, സാധാരണ ഐസിങ് കേക്ക് നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഐസിങ് കേക്കിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു കേക്കാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഗാർണിഷും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റിയെടുക്കാം. ഗ്ലേസ് ആയിട്ട് തന്നെ കിട്ടിയോ? ഗ്ലേസ് ആയിട്ട് കിട്ടി, പക്ഷെ നമ്മുടെ സ്പഞ്ച് വല്ലാതെ അങ്ങോട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, അതുകൊണ്ട് കുറച്ചൊരു മെൽറ്റായി പോയോ എന്ന് സംശയം. ഓക്കെ, ഇനി കുഴപ്പമില്ല അല്ലേ? ഇൻഫ്യൂസ്ഡ് ആണല്ലോ എന്തായാലും. ആ കോക്കനട്ട് ഫ്ലേവർ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ടൊക്കെ ചെയ്തില്ലെങ്കിൽ കുറച്ച് പണിയാണ് അല്ലേ? ഇത് ബിസിനസ് ആയിട്ട് ചെയ്യണുണ്ടല്ലോ ഹോം ബേക്കിംഗ്. കേക്ക്സ് മാത്രമാണോ വേറെ? അല്ല, നമ്മൾ ഡിസേർട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡിസേർട്ട്സിലാണ്. ആരൊക്കെ ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാറുണ്ട്. വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഇപ്പം ഞാനും കാക്കി മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ അബ്രോഡാണ്. കല്യാണം എത്ര കുട്ടികൾ? 3 പേരാണ്. ഓക്കെ, മോള് മോന് അങ്ങനെയാണോ? 3 പെൺകുട്ടികൾ. ഓ, 3 ഗേൾസ്. എല്ലാവരും എവിടെയൊക്കെയാ? അവിടെ അടുത്ത് തന്നെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷെ പുറത്താണ് ഇപ്പോൾ പുറത്താണ്. വലിയ മോളും ചെറിയ മോളും ഇപ്പോൾ ദുബൈയിലുണ്ട്. രണ്ടാമത്തെ മോള് ബഹ്റൈനിലുണ്ട്. അവർക്കൊക്കെ അമ്മയുടെ ഈ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? നന്നായി ചെയ്യും. വലിയ മോള് ഫുഡ് ഇൻഫ്ലുവൻസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവള് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ദുബായിൽ ഇപ്പോൾ പോയിട്ടുണ്ട്. ബേക്കിങ്ങിലേക്ക് ആരെങ്കിലും തിരിഞ്ഞിട്ടുണ്ടോ? കുക്കിങ്ങും ബേക്കിംഗ് അവള് ചെയ്യും. പക്ഷെ അവൾക്ക് ഇപ്പം ഈ ഒരു ഇത് ചെയ്ത് കൊടുക്കാനൊന്നും സമയമില്ല. ഫുള്ള് പുറത്ത് പോവുക, ഷൂട്ടിങ്. ഇതാണോ പിന്നെ കോണ്ടന്റ് ക്രിയേറ്റർ ആണോ? ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ ഉണ്ടോ? നൈസ്. കൊള്ളാം അല്ലേ? അടിപൊളി. ഓക്കെ, അമ്മയും ഒട്ടും മോശമല്ല, കറക്റ്റായിട്ട് ഫോർ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ.